ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെ? ഇത് വരുണല്ലേ? എന്തൊക്കെ പ്രിയങ്ക നീ കാണിച്ചു കൂട്ടുന്നേ? വെറുതെ എല്ലാരെയും വിളിച്ചുണർത്തിയിട്ട്. അവിടെ ഉണ്ടായിരുന്നു. എന്താ അമ്മേ? എന്താ നീ ഇവിടെ തന്നെ കിടക്കുമായിരുന്നോ? പിന്നെ ഞാൻ എവിടെ കിടക്കേണ്ടത്? പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്ക കട്ടിലേ കിടക്കുമ്പോ കൂടെ ഒരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. തലയ്ക്ക് സ്ഥിരത ഇല്ലെങ്കിൽ അങ്ങനെ പലതും പോകും. അത് എന്നോട് ചോദിച്ചിട്ട് ഇപ്പൊ എന്തിനാ? ഒന്നുമില്ല, അവിടെ ഉണ്ടായിരുന്നു. എന്താ എന്താ ഇവിടെ? മുത്തശ്ശി, അതെ, പുതിയ കഥ കേട്ടില്ലേ? ഇവിടെ എന്റെ ബെഡ്റൂമിൽ ഒരു അസ്ഥികൂടം കിടന്നിരുന്നു എന്ന്. അത് കണ്ട് പേടിച്ച് നിലവിളിച്ചു എന്ന്. കള്ളക്കഥ ഉണ്ടാക്കുന്നതിന് പുറകിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. കള്ളക്കഥയൊന്നും അല്ല, ഞാൻ കണ്ടതാ. പത്മിനി, ഒന്ന് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? ഏതായാലും നമ്മളൊക്കെ ഉണർന്നു. ബാക്കി എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കണോ? ആ പൂജാമുറിയെ കൊണ്ടുപോയി എന്തെങ്കിലും എടുത്ത് ഒഴിഞ്ഞിടാൻ നോക്ക്. തലയ്ക്ക് വെളിവ് വരട്ടെ. നീ ഒന്ന് വന്നേ. ചേച്ചി, നീ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. വാ, കണ്ടതാ ശരിക്കും. നീ അസ്ഥികൂടത്തിന്റെ കഥയുടെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മേ? അല്ല, അമ്മയാണല്ലോ ഇപ്പൊ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഏട്ടത്തി എന്താ നോക്കുന്നത്? അല്ല, പ്രിയങ്ക അങ്ങനെ വെറുതെ പറയില്ലല്ലോ. ഓ, അപ്പോ പ്രിയങ്ക പറഞ്ഞ കഥ ഏട്ടത്തിക്ക് വിശ്വാസമായിട്ടുണ്ട്. ഏട്ടത്തി, സത്യത്തില് ഇവിടെ ഒരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. ഇപ്പൊ മാത്രമല്ല, എന്റെ മുന്നിൽ പലപ്പോഴും അത് ഉണ്ടാവാറുണ്ട്. അതെ, നമ്മുടെ തൊട്ടപ്പുറത്തെ ശ്മശാനമില്ലേ, അവിടുന്ന് വന്ന് കയറുന്നത്. ഞാൻ പിന്നെ അവരോട് സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ ഏട്ടത്തിക്ക് അവരെ കാണുന്ന നിർബന്ധമാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചു വരുത്താം. അയ്യോ വേണ്ട. ഒന്ന് കണ്ടു നോക്ക് കൽപ്പനെ. നീ ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ? മുത്തശ്ശൊന്നും ഉണ്ടായിരുന്നേ, എനിക്ക് വേറെ ജോലിയുണ്ട്.